എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേനയും അതുപോലെ കടലയും വെച്ച് അടിപൊളി ഒരു തോരനാണ്. ഹെൽത്ത് നോക്കുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ 1 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വിട്ടിരുന്നു. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതിനെ നല്ലതായിട്ട് വേവിച്ച് വെച്ചതാണ്. നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1/4 ഭാഗം മാത്രമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം വെള്ളം അധികമുണ്ട്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു ചേന എടുത്തിട്ടുണ്ട്. ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ഗ്രാമോളം കാണും. ചേന ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചേന അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കുറച്ച് അരിയാമെങ്കിൽ അത്രയും നല്ലതാണ്. കടലയുടെയൊക്കെ ആ ഒരു വലിപ്പം മതി ചേനയ്ക്കും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് വേണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. അതുപോലെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് രണ്ടായിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കടലയ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചേനയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോവരുത്. തോരൻ നമ്മൾ ചതച്ചെടുക്കത്തില്ലേ, ആ രീതിയിൽ എടുത്താൽ മതി. ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് തീ ഫുൾ അങ്ങ് കുറച്ച് വെക്കുക. ഞാനിവിടെ 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് വറ്റൽമുളക് ഫ്രൈ ആയി വരും. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേനയുണ്ടല്ലോ, ആ ചേന ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. 1 മിനിറ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? ഇത് നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ചധികം കറിവേപ്പില ഒരാൾ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ കറിവേപ്പില നല്ലതായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തോർത്തിയെടുത്തു. ടിഷ്യൂ വെച്ച് നല്ലതായിട്ട് തുടച്ചെടുക്കുക. എല്ലാ വെള്ളം പോയി കഴിയുമ്പോൾ ഒരു സിബ്ലോ കവറിൻ്റെ അകത്ത് ഇതുപോലെ ഇട്ട് വെക്കുക. എന്നിട്ട് ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് 1 മാസമായ കറിവേപ്പിലയാണ് കേട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർ, പുറം രാജ്യത്തൊക്കെ ഉള്ളവർ നാട്ടിൽ നിന്ന് കറിവേപ്പില കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ചതച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അരപ്പ് കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് ചേർത്ത് തന്നെ കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടല ഒരു 1/4 ഭാഗമല്ലേ വെന്ത് വന്നിട്ടുള്ളൂ. കടല ഒരെണ്ണം എടുത്ത് നിങ്ങളെ ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെക്കുകൊള്ളുന്ന ഈ ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കടല വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ആ കടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മിക്സി കഴുകിയ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ കടലയും നല്ലതായിട്ട് വേവണം, ചേനയും നല്ലതായിട്ട് വേവണം. ഞങ്ങൾക്കിവിടെ കിട്ടുന്ന ചേന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേകുന്ന ചേനയാണ്. അധികം വേവുള്ള ചേനയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അതുപോലെ കടല ഒരു 1/4 ഭാഗം മാത്രമേ വേവിച്ചെടുക്കാവൂ. എൻ്റെ കൂട്ടത്തിട്ട് വേവിക്കുമ്പോൾ അല്ല കടല അങ്ങ് വെന്ത് പോകും. അതല്ലെങ്കിൽ ചേന വെന്ത് കഴിഞ്ഞിട്ട് മാത്രം കടല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലയോ, കടലയും ചേനയെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കടലയൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഡയറ്റ് നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.